വമ്പൻ പ്രഖ്യാപനങ്ങളുമായി പ്രകടന പത്രിക പുറത്തിറക്കി UDF. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അടക്കം 5 ഗ്യാരണ്ടി നടപ്പാക്കുമെന്ന് പത്രികയിൽ പ്രഖ്യാപനമുണ്ട്. വിശപ്പ് രഹിത കേരളത്തിനായി ഇന്ദിരാ ഗ്യാരണ്ടികളും വ്യാപകമാക്കും. ആചാര സംരക്ഷണത്തിന് പ്രത്യേക നിയമം കൊണ്ടുവരും. ആശമാരുടെ പ്രതിദിന വേതനം 700 രൂപയാക്കുമെന്നതും പ്രകടന പത്രികയിൽ പ്രഖ്യാപനമുണ്ട്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. മൂന്നാമത്, യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. നാലാമത്, ചികിത്സാ ചെലവ് 3 കുറയ്ക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി. അഞ്ചാമത്തേത്, വയോജനങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനായിട്ടുള്ള വയോജന വകുപ്പിന്റെ രൂപീകരണം. അതുകൂടാതെയുള്ള ഒരു പ്രധാനപ്പെട്ട ഡിക്ലറേഷൻ, ഇപ്പോൾ 2000 രൂപ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നതാണ്. ഈ 5+1 ഗ്യാരണ്ടി, 6 ഗ്യാരണ്ടികളാണ് UDF ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, UDFന്റെ പ്രകടന പത്രികയിലും വമ്പൻ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഉള്ളത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സമസ്ത മേഖലയും സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടന പത്രികയാണ് UDF പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളം കണ്ട സമരങ്ങളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു സമരമായിരുന്നു ആശാ വർക്കർമാരുടെ ദിവസവേതനം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 200 ദിവസത്തിലധികം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം. ആ സമരത്തിൽ പങ്കെടുത്തവർക്ക് ആശ്വാസം പകരുന്ന തരത്തിൽ അവരുടെ ദിവസവേതനം 700 രൂപയായി UDF സർക്കാർ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം. ഇതുകൂടാതെ വിശപ്പ് രഹിത കേരളം എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ ഇന്ദിരാ ക്യാൻറ്റീനുകൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒപ്പം നാണ്യവിളകളുടെ കൂട്ടത്തിൽപ്പെടുന്ന നാളികേരം ഉൾപ്പെടെയുള്ളവരുടെ താങ്ങുവില, അതായത് റബ്ബറിൻ്റെ താങ്ങുവില 300 രൂപയാക്കി വർദ്ധിപ്പിക്കും. നാളികേരത്തിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കും. നെൽകർഷകർക്കും ആശ്വാസം പകരുന്ന ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ ആരോഗ്യ മേഖലയിലെ വികസനങ്ങളാണ്. ആരോഗ്യ മേഖലയിൽ ഈ UDF സർക്കാർ തുടങ്ങിവെച്ച മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പല സ്ഥലങ്ങളിലും കൃത്യമായി നടക്കുന്നില്ല. ആ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടി കൂടുതൽ ആളുകളെ നിയോഗിക്കുന്നതിനൊപ്പം തന്നെ അവിടുത്തെ അടിസ്ഥാനപരമായ വികസനം കൂടി ഉറപ്പാക്കും. ഒപ്പം എത്തുന്ന എല്ലാ രോഗികൾക്കും കിടക്ക എന്ന സംവിധാനം കൃത്യമാക്കും. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കായിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. 2036 എന്ന ഒരു വിഷൻ, ഒരു കാഴ്ചപ്പാട് മുന്നിൽ കണ്ടുകൊണ്ട് അത് പ്രത്യേകിച്ചും അത്ലറ്റിക് രംഗത്തും ഒപ്പം തന്നെ മറ്റ് കായിക ഇനങ്ങളിലും മികവ് പുലർത്തുന്നവർക്ക് ഒളിമ്പിക്സ് എന്ന ലക്ഷ്യവുമായുള്ള പ്രത്യേക കായിക പദ്ധതിക്ക് രൂപം നൽകും. ഇതിനെല്ലാം ഉപരിയായി യുവാക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളാണ്. അതായത് ഈ പ്രത്യേകിച്ചും ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് സ്വയം സംരംഭകരായി മാറുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപയുടെ ലോൺ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്നു. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ ആചാരലംഘനവുമായി വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക സംവിധാനം, ആചാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാകും. അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് UDF പുറത്തിറക്കിയിരിക്കുന്നത്. ശരി, വമ്പൻ പ്രഖ്യാപനങ്ങളുമായി തന്നെയാണ് UDFന്റെ പ്രകടന പത്രികയും പുറത്തിറക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അടക്കം 5 ഗ്യാരണ്ടി നടപ്പാക്കുമെന്ന് പത്രികയിൽ പ്രഖ്യാപനമുണ്ട്. വിശപ്പ് രഹിത കേരളത്തിനായി ഇന്ദിരാ ക്യാൻറ്റീനുകളും വ്യാപകമാക്കും. ആചാര സംരക്ഷണത്തിന് പ്രത്യേക നിയമം കൊണ്ടുവരും. ആശമാരുടെ പ്രതിദിന വേതനം 700 രൂപയാക്കുമെന്നതും പ്രകടന പത്രികയിൽ പ്രഖ്യാപനമുണ്ട്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.